ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇന്നുണ്ടാക്കുന്നത് കോട്ടയം സ്റ്റൈലിലുള്ള ഒരു മധുരക്കറിയാണ്. കല്യാണ സദ്യകളിലൊക്കെ ഉള്ള ഒരു പ്രധാന വിഭവമാണിത്. പൈനാപ്പിളും നേന്ത്രപ്പഴവും മുന്തിരിയും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു കറി. ഇങ്ങനെ ഒരു കറി ഞാൻ ഈ അടുത്ത കാലത്താണ് കേട്ടോ കഴിച്ചത്. ഞങ്ങൾ പാലക്കാട് ഭാഗങ്ങളിലൊന്നും ഇങ്ങനത്തെ ഒരു കറി ഞാൻ കണ്ടിട്ടില്ല. കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. മധുരം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഈ കറി ഇഷ്ടപ്പെടും. സദ്യയിൽ കുറേ ഉപ്പും പുളിയും എരിവും ഒക്കെ ഉള്ള കറികളുടെ കൂട്ടത്തിൽ ഇതുപോലൊരു മധുരമുള്ള കറിയും കൂടെ ആവുമ്പോൾ അടിപൊളിയാവും. അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? കറിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പൈനാപ്പിളിൻ്റെ പകുതിയും പിന്നെ ഒരു നേന്ത്രപ്പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പൈനാപ്പിൾ ഇതാ ഈ സൈസൊക്കെ മതി. പിന്നെ നേന്ത്രപ്പഴമാണെങ്കിൽ നല്ല പഴുത്ത പഴം വേണം. കറുത്ത കളറൊക്കെ ആയിട്ടുള്ള പഴമാണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും. പഴം കറിയിൽ നല്ലോണം ഉടഞ്ഞു ചേരാനുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പഴുത്ത പഴം തന്നെ എടുത്തത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് തൊലി കളഞ്ഞ് വൃത്തിയാക്കിയിട്ടെടുക്കാം. പഴം തൊലി കളഞ്ഞിട്ട് ഞാനിതാ ഇവിടെ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്ര ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യണം. അതുപോലെ തന്നെ പൈനാപ്പിൾ ഇവിടെ തൊലി കളഞ്ഞിട്ട് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ക്യൂബാക്കിയിട്ട് എടുത്താൽ മതി. ഒരുപാട് ചെറുതാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിൽ ഈ പൈനാപ്പിൾ ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തിട്ടെടുക്കാം. ക്രഷ് ചെയ്താൽ മാത്രം മതി, അരച്ചെടുക്കണ്ട. ചെറിയൊരു തരിതരിപ്പ് ഉണ്ടായിക്കോട്ടെ. ഇനി ഞാനിവിടെ ഒരു 2 അച്ച് ശർക്കര ഉരുക്കിയിട്ട് അരിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കറുത്ത മുന്തിരിയാണ്. ഞാനിവിടെ സീഡ്ലെസ് മുന്തിരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. സീഡ്ലെസ് കിട്ടുകയാണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും. ഇനി അരപ്പിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അരമുറി തേങ്ങ ചിരകിയെടുത്തിട്ടുണ്ട്. തേങ്ങയിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകവും ഒരു 1/4 ടീസ്പൂൺ കുരുമുളകും കൂടെ ചേർക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട തേങ്ങ വറുത്ത് മാറ്റി വയ്ക്കാം. തേങ്ങ വറുക്കാനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് ഈ തേങ്ങയും കുരുമുളകും ജീരകം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിം ആക്കി വെച്ചിട്ട് തേങ്ങ നന്നായിട്ട് ബ്രൗൺ കളറാക്കി വറുത്തെടുക്കണം. ചിലരൊക്കെ തേങ്ങ ആദ്യം മിക്സിയുടെ ജാറിലിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ട് എന്നിട്ട് വറുത്തെടുക്കണ കണ്ടിട്ടുണ്ട്. എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഞാനിങ്ങനെയാണ് ചെയ്യാറ്. ഇപ്പോൾ ഇതാ നമ്മുടെ തേങ്ങ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് അടുപ്പത്തുനിന്ന് മാറ്റി വയ്ക്കാം. ഇതൊന്ന് ഇരുന്ന് ചൂടാറട്ടെ. ഇനി ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് വെളിച്ചെണ്ണയും ചേർക്കാം. ഞാനിവിടെ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ നെയ്യ് നല്ലോണം ഉരുക്കി വന്നാൽ അതിലേക്ക് നമുക്ക് നുറുക്കി വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കാം. പഴം നമുക്ക് ഈ നെയ്യിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം കേട്ടോ. പഴത്തിൻ്റെ ആ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറട്ടെ. അതുവരെ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം. ഈ പഴമൊക്കെ ഇങ്ങനെ നെയ്യിലിട്ട് വരട്ടിയിട്ടൊക്കെ ഉണ്ടാക്കണതാണ് ഈ കറിയുടെ ടേസ്റ്റ് കൂട്ടണം കേട്ടോ. അതുകൊണ്ട് ഈ സ്റ്റെപ്പൊക്കെ പരമാവധി സ്കിപ്പ് ചെയ്യാണ്ട് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ പഴം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും ഒക്കെ ആ ഒരു റോ ടേസ്റ്റ് മാറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണം. പൊടികൾ ചേർക്കുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചേർക്കാൻ. ഇനി നമുക്ക് ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി തീ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഈ പഴവും പൈനാപ്പിളും എല്ലാം കൂടെ ഒന്ന് വരട്ടിയെടുക്കണം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഉപ്പൊന്നും ചേർക്കേണ്ട കാര്യമില്ല. ഒന്ന് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമുള്ള കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിക്കാം. പൈനാപ്പിളൊക്കെ നന്നായി വെന്ത് കിട്ടട്ടെ. അപ്പോൾ ഇതാ ഏകദേശം വെന്തുണ്ട്. അതിലെ വെള്ളമൊക്കെ വറ്റി എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടോ, ഒരു തുള്ളി പോലും വെള്ളമില്ല. എല്ലാം വറ്റി പൈനാപ്പിളും പഴവും ഒക്കെ എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ കിട്ടണം കേട്ടോ. ഒരു തുള്ളി പോലും വെള്ളം പാടില്ല. ഇനി നമുക്കിതിലേക്ക് ഉരുക്കി അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കര ഒരുപാട് വെള്ളത്തിലൊന്നും ഉരുക്കരുത് കേട്ടോ. കുറച്ച് വെള്ളത്തിൽ ഉരുക്കിയെടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് ഒന്ന് വറ്റിച്ച് വരട്ടിയെടുക്കണം. ഇനി തീ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യാം കേട്ടോ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം നമുക്ക്. എന്നിട്ട് തീ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മളെ കറിയിലത്തെ വെള്ളമൊക്കെ ഇവിടെ വറ്റി തുടങ്ങിയിട്ടോ. കറി ഏകദേശം പാകമായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള തേങ്ങ ഒരു മിക്സഡ് ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് അതിൽ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ തേങ്ങ ക്രഷ് ചെയ്തിട്ടാണ് നമ്മൾ വറക്കണിച്ചാൽ പിന്നെ ഈ സ്റ്റെപ്പിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇത് നമ്മൾ ആദ്യം തേങ്ങ ക്രഷ് ചെയ്തില്ലല്ലോ, നമ്മൾ പച്ചയ്ക്ക് തേങ്ങ വറക്കുകയല്ലേ ചെയ്ത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഇതാ നമ്മുടെ കറി ഇവിടെ ഏകദേശം റെഡി ആയി തുടങ്ങി കേട്ടോ. വെള്ളമൊക്കെ ഏകദേശം വറ്റി തുടങ്ങി, ഡ്രൈ ആയി തുടങ്ങി. ഇങ്ങനെ ഡ്രൈ ആയി കിട്ടണം.
ഈ സമയത്ത് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മുന്തിരി ചേർത്ത് കൊടുക്കാം. മുന്തിരിയൊക്കെ എടുക്കുമ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് എടുക്കണം കേട്ടോ. ഞാനിവിടെ ഉപ്പിലും വിനെഗറിലൊക്കെ ഇട്ടിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. മുന്തിരിയിലൊക്കെ ഒരുപാട് പെസ്റ്റിസൈഡ്സ് ഒക്കെ അടിക്കുന്നുണ്ടെന്ന് പറയണ കേൾക്കണു. അപ്പം നമ്മുടെ മക്കൾക്കൊക്കെ കൊടുക്കുമ്പോൾ നല്ലോണം ഒന്ന് ശ്രദ്ധിച്ചിട്ട് കൊടുക്കാം. മുന്തിരി ചേർത്തതിന് ശേഷം പിന്നെ ഒട്ടും താമസിക്കരുത്. അപ്പം തന്നെ നമുക്ക് പൊടിച്ചു വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. ഈ മുന്തിരി വെന്ത് പോകാണ്ട് നോക്കണം കേട്ടോ. മുന്തിരി ചേർത്തിട്ട് അധികം തിളയ്ക്കാനൊന്നും പാടില്ല. ഇനി ഈ തേങ്ങ കറിയുടെ എല്ലാ ഭാഗത്തും ആവണ പോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ എന്ത് നല്ല മണമെന്നറിയോ. ഒരു കൂട്ടുകറിയുടെയോ ഒരു പായസത്തിൻ്റെയോ ഒക്കെ ഒരു മിക്സ് ആയിട്ടുള്ള ഒരു മണമാണ്. ഇതിൻ്റെ മണം വരുമ്പോൾ ഇങ്ങനെ തന്നെ എടുത്ത് കഴിക്കാൻ തോന്നും. അപ്പോൾ അത് തേങ്ങ എല്ലായിടത്തും നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഈ കറി ഒന്ന് വറുത്തിടണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി എടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. കടുക് ഒന്ന് പൊട്ടി വന്നപ്പോൾ കുറച്ച് കടലപ്പരിപ്പ് ഇട്ട് കൊടുത്തു. ഒരു 3/4 ടീസ്പൂണോളം കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇനി കടലപ്പരിപ്പ് ഒന്ന് മൂത്ത് വരട്ടെ. കടലപ്പരിപ്പ് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് കുറച്ച് കശുവണ്ടി ചേർത്ത് കൊടുത്തു. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. കശുവണ്ടിയിൽ നിന്ന് ഒരുപാട് ബ്രൗൺ കളർ ആവുമൊന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് മൂത്ത് കിട്ടിയാൽ മതി. ഇപ്പോൾ ഇതെല്ലാം നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് എള്ളാണ് ചേർക്കണത്. കറുത്ത എള്ളാണ് കേട്ടോ ഞാൻ ഇവിടെ ചേർത്തിട്ടുള്ളത്. ഇനി എള്ളും കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. എള്ളും കൂടെ മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് കറിവേപ്പിലയും ഉണക്കമുളകും കൂടെ ചേർക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പിടി തേങ്ങയാണ് ചേർത്ത് കൊടുക്കണം. തേങ്ങയും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചിട്ട് തേങ്ങ ഒന്ന് ബ്രൗൺ കളറായി വരുന്ന വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ തേങ്ങ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ തേങ്ങ നമുക്ക് കറിയിലേക്ക് ചേർക്കാം. കറി കുറച്ചൊന്ന് ചൂടാറിയപ്പോൾ കണ്ടോ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ കറിയിലേക്ക് നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. ഈ തേങ്ങ എല്ലാം കറിയുടെ എല്ലാ ഭാഗത്തും എത്തണ പോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ കറിയുടെ ഒതൻറ്റിക് വേ ഓഫ് മേക്കിംഗ് ഇതാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. പക്ഷെ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ്. ഇങ്ങനെ ഉണ്ടാക്കിയാലും അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ടില്ല വെച്ചാൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി മധുരക്കറിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ.